സർവകക്ഷി യോഗം ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സർവകക്ഷി യോഗം എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതിലേക്ക് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. വി അരുൺ ഉണ്ട് നമുക്കൊപ്പം. അരുൺ, സർവകക്ഷി യോഗം ആരംഭിച്ചു, മുഖ്യമന്ത്രി സംസാരിക്കുന്നു, ഒപ്പം പ്രധാന അജണ്ടകളെല്ലാം പരിഗണിക്കപ്പെടുന്നു അല്ലേ? സർവകക്ഷി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. നേരത്തെ ഉന്നതതല യോഗം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവസാനിച്ചിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വി ഡി സതീശൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സർവകക്ഷി യോഗത്തിന്റെ ആദ്യ കുറച്ച് മിനിറ്റുകൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിക്കഴിഞ്ഞു. സർവകക്ഷി യോഗം ഉടൻ ആരംഭിക്കും. മറ്റ് കക്ഷി നേതാക്കളൊക്കെ ഉണ്ട്. മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി, ലീഗ് നേതാവ്, മുസ്ലിം ലീഗ് നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, UDF ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. മറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും മറ്റ് ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ ഈ വയനാടിന് വേണ്ടി കൈകോർക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് യോഗം. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഈ യോഗത്തിന് സ്വാഗതം പറയുകയാണ്, ആമുഖ പ്രഭാഷണം നടത്തുകയാണ്. സജിത്ത്, സർവകക്ഷി യോഗം ആരംഭിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിലാണ്. ദുരന്തമുഖത്ത് മാതൃക കാട്ടാറുള്ള കേരളം ഇക്കുറിയും ആ മാതൃക കാട്ടുകയാണ്. സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ അത് ഇന്നലെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പുനരധിവാസത്തിന് പ്രതിപക്ഷവും പ്രതിപക്ഷ കക്ഷികളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഒപ്പം ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആർജവമുള്ള തീരുമാനമെടുക്കാൻ സർക്കാരിന് മുന്നിൽ ഒരു സമ്മർദ്ദമാവാൻ കൂടി പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ ഉപകരിക്കട്ടെ. അങ്ങനെ സഹായം രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിന്നേ മതിയാവൂ. അത് കേരളത്തിൻ്റെ കടമയാണ്. കേരളം ചെയ്യാറുള്ളതാണ്. നമ്മുടെ കേരളമാവുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വിവാദങ്ങൾക്കപ്പുറം ഈ ദുരന്തമുഖത്ത് നമുക്ക് ഒന്നിക്കണം. കേരളം ഏത് സർക്കാരുകൾ ഭരിക്കട്ടെ, പക്ഷേ അപകടത്തിൽപ്പെട്ടവരുടെ ദുരന്തം നേരിടുന്നവരുടെ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ ഇടപെടുന്ന മാതൃക കാട്ടുന്ന കേരളം ഇവിടെയും മാതൃക കാട്ടുകയാണ്. നമുക്ക് അഭിമാനിക്കാം, ഇത് കേരളമാണ്. നമ്മൾ കൃത്യമായി തന്നെ ഇടപെടും, കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ നേരിടാൻ നമുക്ക് ആർജവം കാട്ടണം. കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടിയ ആർജവം ആവർത്തിക്കപ്പെടണം. വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കണ്ണീരൊപ്പാൻ ഒന്നിച്ചു നിൽക്കണം. സുസജ്ജമായി നമ്മുടെ സൈനികർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കാലാവസ്ഥയും പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് ബെയിലി പാലം, താൽക്കാലിക പാലം പൂർത്തിയാക്കാൻ വേണ്ടി അവർ നടത്തുന്ന ആ നീക്കങ്ങൾ ഒരു നാടിൻ്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്കൊപ്പമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പ്രകൃതി തകർത്തെറിഞ്ഞ ഒരിടത്തേക്ക് അവിടെ ഇനിയും ജീവിതങ്ങൾ കരിപ്പിടിപ്പിക്കാൻ, അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ അതിനുവേണ്ടി മാർഗമൊരുക്കുകയാണ്. വയനാട് ദുരന്തം ബാക്കി വെച്ച ഇടത്ത്, വയനാട് ദുരന്തത്തിൽ ബാക്കിയായവർക്ക് ഇനി എന്ത് എന്നത് ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ സർക്കാരുകൾക്കും അധികൃതർക്കും നമുക്ക് ഒരുക്കേണ്ടത്, അവർക്ക് ആത്മവിശ്വാസം നൽകേണ്ടത് വലിയ പ്രതീക്ഷകളാണ്. പക്ഷേ അതെങ്ങനെ സാധ്യമാക്കണമെന്ന ചോദ്യമാണ്. വീണ്ടും ഒരു ദുരന്തമുഖത്തേക്ക് അവരെ പുനരധിവസിപ്പിക്കുകയാണോ വേണ്ടത്? മറിച്ച് സുരക്ഷിതമായി ഇടങ്ങൾ കണ്ടെത്തുകയല്ലേ വേണ്ടത്? അങ്ങനെയെങ്കിൽ അത് സാധ്യമാകാനുള്ള വഴികൾ എന്തെല്ലാം? എവിടേക്കാവും അവർക്ക് മാറ്റി താമസിപ്പിക്കാൻ സ്ഥലം കൊടുക്കാനാവുക? താൽക്കാലികമായ താമസ സൗകര്യങ്ങൾ എങ്ങനെ കൊടുക്കാനാവും? ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ആർജവമുള്ള നീക്കങ്ങളും ചടുലമായ തീരുമാനങ്ങളുമാണ് ആവശ്യം. ആ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയണം, ഈ സർവകക്ഷി യോഗത്തിന് കഴിയണം. അതുകൊണ്ട് ഇന്ന് വയനാട്ടിലെ ഈ സർവകക്ഷി യോഗം കൈക്കൊള്ളുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വയനാടൻ ജനതയുടെ പ്രതീക്ഷ കൂടിയായി മാറുന്നു എന്ന കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ, കൈയയച്ച സഹായങ്ങൾ ഉണ്ടാവട്ടെ, നിരവധി പേർ പണം മുടക്കട്ടെ, കൃത്യമായ ആർജവമുള്ള ആ മേഖലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ ഉണ്ടാവട്ടെ എന്നുകൂടി നമുക്ക് കരുതാം. കാത്തിരിക്കാം വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ശക്തമായ ഇടപെടലിനായി. സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ്. സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കും, പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, മറ്റ് കക്ഷി നേതാക്കൾ സംസാരിക്കും.
സർക്കാരിൻ്റെ ആക്ഷൻ പ്ലാൻ മുഖ്യമന്ത്രി സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർവകക്ഷി യോഗത്തിന് മുമ്പ് ചേർന്ന ഉന്നതതല യോഗത്തിൽ വയനാടിൻ്റെ പൊതു സാഹചര്യം സംബന്ധിച്ചും രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ചും വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിൽ സർക്കാരിൻ്റെ നിർദ്ദേശമായി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചേക്കും. ഒപ്പം പ്രതിപക്ഷവും അവരുടെ നിലപാടറിയിക്കും. പൂർണ്ണ പിന്തുണ പ്രതിപക്ഷം വാഗ്ദാനം ചെയ്യും. ഒപ്പം ഇവരെ ഈ ദുരന്ത മേഖലയിൽ നിന്നും മാറ്റി പുനരധിവസിപ്പിക്കണം എന്ന കാര്യം കൂടി പറയും. ഒപ്പം ഇനി അങ്ങോട്ട് ഈ മുന്നറിയിപ്പുകളെ കൃത്യമായി നമുക്ക് ലഭ്യമാവാതെ വരുന്നത് അപകടത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ അല്ലെങ്കിൽ അപകടം മുന്നിൽ കാണുന്നതിൽ വീഴ്ച പറ്റുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരം വിവാദങ്ങൾക്കും അപ്പുറം പുനരധിവാസമാണ് അനുയോജ്യം. ഇന്നലെ മുഖ്യമന്ത്രിയും അത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതൊരു രാഷ്ട്രീയ വിവാദമായി വീണ്ടും ഉയർന്നു വരുന്നു എന്ന പശ്ചാത്തലം കൂടി നമുക്ക് മുന്നിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ അത് പാലിക്കപ്പെടണം. ഒറ്റക്കെട്ടായി കേരളം മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ വളരെ പ്രതികൂലമായ മാറ്റത്തിൻ്റെ പ്രതികൂലാവസ്ഥ നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നു എന്നതാണ് കഴിഞ്ഞ കാലം നമ്മുടെ അനുഭവം. ശക്തമായ മഴ അനുഭവപ്പെടുന്നു. ചിലയിടങ്ങളിൽ പെട്ടെന്ന് പെയ്തു ഇറങ്ങുന്ന മഴ, അതുണ്ടാക്കുന്ന അതിശക്തമായ വെള്ളക്കെട്ട്, നമുക്ക് പരിചിതമല്ലാത്ത കാലാവസ്ഥാ രീതികൾ കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നതാണ്. അതൊരു ആഗോള കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രതിഫലനമാവാം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണോ. എന്തായാലും കാലാവസ്ഥ കേരളത്തിന് മുന്നിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നതാണ്. മൺസൂൺ കാലത്ത് അതിശക്തമായ മഴ അനുഭവപ്പെടുന്ന ഇടത്ത് തന്നെ വേനൽക്കാലത്തേക്ക് വരുമ്പോൾ ഗുരുതരമായ ചൂടും വേനൽക്കാലവും അനുഭവപ്പെടുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രണ്ട് കാലാവസ്ഥകൾക്കിടയിലൂടെ കേരളം കടന്നു പോകുന്നു.